അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി തരട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് വീട്ടി തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത ഖൈറായ സന്തോഷമുള്ള ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വീടില്ലാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ഒരു ഭവനം നൽകി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷ സമാധാനം അല്ലാഹു നിലനിർത്തി തരട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ക്ലാസ് കാത്തിരുന്ന് കേട്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന നല്ല മനസ്സുടമകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ആരും മടി കാണിക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും മേലെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കയറി ജോയിൻ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും അതിൽ കയറി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് നല്ല അറിവുകൾ അതിലൂടെ അറിയിക്കുന്നതാണ്. അതൊക്കെ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, സാമ്പത്തികമായി ഒരുപാട് മുന്നേറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, കടങ്ങളൊക്കെ വീടി നല്ല റാഹത്തുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്, ഒരു ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ ഒരു ആയത്ത്, അത് 49 പ്രാവശ്യം ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സാമ്പത്തികമായ മുന്നേറ്റങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് പറ്റിയ മാർഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാ ആളുകളും ആത്മാർത്ഥമായി ചെയ്യാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അവരവരുടെ ജീവിതത്തിൽ ചെയ്ത് മുജറബായ അമലാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് പറയുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ഉപകാരമുള്ളതാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. നമുക്കൊക്കെ അറിയാം, ഒരുപാട് മഹത്വം നിറഞ്ഞ സൂറത്താണ്. അതിന്റെ മഹത്വം ഒരുപാട് പറയുന്നുണ്ട്. കളഞ്ഞു പോയിട്ടുള്ള സാധനം ലഭിക്കണമെങ്കിൽ ഈ സൂറത്ത് ഓതിയിട്ട് ഒരാളെ തിരഞ്ഞു നടക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടുമെന്ന. അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സൂറത്ത് നിത്യമായി ഓതിയാൽ മതി എന്ന. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഓതുന്നവന്റെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവുകയില്ല എന്ന. അവൻ അല്ലാഹു തആല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുകയില്ല എന്ന. സാമ്പത്തികമായ ഒരുപാട് ഉയർച്ചയിൽ അല്ലാഹു തആല എത്തിക്കുമെന്ന. സാമ്പത്തികമായ എല്ലാ വഴികളും അവനക്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്ന്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. പുനാനബിതങ്ങൾക്ക് നേരിട്ട് ഇറക്കി കൊടുത്ത ഒരു സൂറത്ത് കൂടിയാണ്. മാത്രമല്ല, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ഒറ്റപ്പെട്ടു എന്ന ജീവിതത്തിൽ തോന്നുന്നവർ, മാനസികമായി തളർന്നു കിടക്കുന്നവർ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ അവനെ അല്ലാഹു തആല കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹിന്റെ റസൂൽ തളർന്നു കിടക്കുന്ന സമയത്ത്, വഹി മുറിഞ്ഞു കിടക്കുന്ന സമയത്തെ വരാതെ
പ്രയാസപ്പെട്ട് കിടക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ ഒരു സമാധാനമായി അവിടത്തേക്ക് കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ദുഹ നാം എല്ലാവരും ഓതാൻ തയ്യാറാവണം. എങ്ങനെ ഓതണം? എല്ലാ ദിവസവും നാം 7 പ്രാവശ്യം ഓതണം. അങ്ങനെ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ചെയ്യണമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ചെയ്യേണ്ടത്? സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഅഗ്നാ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇതാണ് സൂറത്തുൽ ദുഹ. എല്ലാ ആളുകൾക്കും അറിയാം, മദ്രസയിൽ പഠിച്ചു വരുന്നതാ. ഇതില് 8ാമത്തെ ആയത്ത് അഥവാ വദ്ദുഹ വല്ലൈലി അവിടുന്ന് ഓതി വന്ന് 8ാമത്തെ ആയത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 8ാമത്തെ ആയത്ത് എത്തിക്കഴിഞ്ഞാൽ അഥവാ വവജദക ആയിലൻ ഫഅഗ്നാ എന്ന ആയത്ത് എത്തിയാൽ 7 പ്രാവശ്യം ആവർത്തിച്ച് ഓതുക. എന്നതിന് ശേഷം 7 പ്രാവശ്യം പൂർത്തിയായതിനു ശേഷം ആ സൂറത്ത് പൂർത്തിയാക്കുക. അങ്ങനെ 7 പ്രാവശ്യം 7 ദിവസം നാം ചെയ്യുക മുടങ്ങാതെ. ഇത് ചെയ്യും നല്ല നിയ്യത്തോടുകൂടെ. പടച്ചവൻ എന്നെ നീ നല്ല ഐശ്വര്യത്തിൽ എത്തിക്കണേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നല്ല ഐശ്വര്യം നീ നൽകണേ അല്ലാ. ഒരാളെ മുന്നിൽ വഷളാക്കരുത് റബ്ബേ. സാമ്പത്തികമായി എന്നെ തളർത്തല്ലേ അല്ലാ. ദാരിദ്ര്യം തരരുത് റഹ്മാനെ. എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സാമ്പത്തിക ഉയർച്ചയും വളർച്ചയും നീ എനിക്ക് നൽകണേ എന്ന നിയ്യത്തോടുകൂടെ പടച്ച റബ്ബിനോട് ഈ സൂറത്തോട് ദുആ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 7 പ്രാവശ്യം ഓതുമ്പോൾ 49 പ്രാവശ്യം പൂർത്തിയാവും ആ ആയത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ആയത്ത്. 49 പ്രാവശ്യം ഓതിയാൽ സാമ്പത്തികമായും ഉള്ള എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ സാമ്പത്തികമായി കടങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സ് തുറന്നാൽ അതാണ് എല്ലാ ആളുകൾക്കും ഉള്ളത്. അല്ലാഹു അത്തരം ആളുകളുടെ എല്ലാ കടങ്ങളും അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വളർച്ച അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. മക്കളെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഹഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.